കോതമംഗലം വാടാട്ടുപാറ പലവൻപടി പുഴയിൽ 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. അവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ള വാർത്തയിലൂടെ കടന്നുപോയിരുന്നു. വളരെ ദാരുണമെന്നോണം ആ കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. മാർ ബസീലിയസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവർ. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, അവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷകളൊക്കെയും വിഫലമാകുന്നു. 3 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയാണ്. വിവരങ്ങൾ. അക്ഷയ, പുഴയിൽ അകപ്പെട്ട 3 വിദ്യാർത്ഥികളെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തി കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ കിണഞ്ഞു പരിശ്രമിച്ചു എങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. 3 ആളുകളും മരിച്ചതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഒരു 9 അംഗ സംഘമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോതമംഗലത്തിനടുത്ത് വടാട്ടുപാറ പലവൻപടി പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ഇവരാണ് അപകടത്തിൽപ്പെട്ടത്. കയങ്ങളും ചുഴികളും ഒക്കെയുള്ള പ്രദേശമാണിത്. വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന പുഴയാണിത്. പെട്ടെന്ന് പലപ്പോഴും ഒഴുക്ക് വർദ്ധിക്കാറുണ്ട്. പക്ഷേ ഇന്ന് മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ നല്ലതുപോലെ വെള്ളമൊഴുക്കുണ്ടായിരുന്നു. കയം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. ആ വെള്ളം നീലച്ച് അല്ലെങ്കിൽ കറുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നല്ല ആഴമുണ്ട് എന്ന് സാരം. അവിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ നിലവിളിയും ബഹളവും ഒക്കെ കേട്ടാണ് നാട്ടുകാർ ആദ്യം ഓടിയെത്തിയത്. പക്ഷേ അവർ ഇവരെ ഫയർഫോഴ്സിൻ്റെ കൂടി സഹായത്തോടെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉൾപ്രദേശത്താണ് ഈ പുഴയുടെ ഈ അപകടമുണ്ടായ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് വരണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളമെങ്കിലും സമയമെടുക്കും. ആശുപത്രിയിലൊക്കെ എത്തിച്ച് അതിവേഗം ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞയാഴ്ച ഏതാണ്ട് ഇതിനോടടുത്തുള്ള അശമന്നൂർ പ്രദേശത്താണ് മറ്റ് 3 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അതൊരു നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അവധി ദിവസത്തിൽ അവർ പുഴയിൽ കുളിക്കാനിറങ്ങിയായിരുന്നു. അവിടെ ചുഴിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. ഇവിടെയും 9 അംഗ സംഘം ഒഴുക്കിൽപ്പെട്ടു. അല്ലെങ്കിൽ 9 അംഗ സംഘമാണ് കുളിക്കുവാൻ വേണ്ടി പുഴയിൽ എത്തിയത്. അവരിൽ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവല്ല, തിരുവനന്തപുരം, കോട്ടയം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവല്ല സ്വദേശിയായ ബിയോൺ, തിരുവനന്തപുരം സ്വദേശിയായ ഹരീഷ്, കോട്ടയം സ്വദേശിയായ അതുൽ എന്നിങ്ങനെ 3 പേരാണ് ഈ പുഴയിൽ മുങ്ങിപ്പോയി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവർ മരിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോളേജ് അധികൃതരുടെയും മറ്റും ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇന്ന് ഞായറാഴ്ച അവധി ദിവസം കൂടി ആയതുകൊണ്ട് ആ ഒരു അവധി ദിവസം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത് തന്നെയുള്ള പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയതായിരിക്കാം ഇവർ. എന്തായിരുന്നാലും അതാണ് വലിയൊരു അപകടത്തിൽ, ദാരുണമായ ഒരു അപകടത്തിൽ കലാശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 3 കുട്ടികളുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമങ്ങളൊക്കെ വിഫലമായി. ബിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. ഇവർ ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകിയത്.